Okay. Sections of solids and development of surfaces. So, sections of solids കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒബ്ജക്റ്റിനെ ഒരു സോളിഡ് ലൈക്ക് പ്രിസം, പിരമിഡ്, കോൺ ഓർ സിലിണ്ടർ അതിനെ കട്ട് ചെയ്ത്, ഓക്കെ, അതിനെ കട്ട് ചെയ്തിട്ട്, ഇപ്പോൾ ഇതാ ഒരു പ്രിസമാണ്, അതിനെ ഒരു പ്ലെയിൻ വെച്ച് കട്ട് ചെയ്തിട്ട് അതിന്റെ കട്ട് സർഫസ് റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾ സെക്ഷൻസ് ഓഫ് സോളിഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു ഒബ്ജക്റ്റിനെ കട്ട് ചെയ്തിട്ട് അതിന്റെ പ്രൊജക്ഷൻസ്, റിമൈനിങ് ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, ട്രൂ ഷേപ്പ്, അങ്ങനെയുള്ള പ്രൊജക്ഷൻസ്, അതാണ് നമ്മൾ സെക്ഷൻസ് ഓഫ് സോളിഡ്സിൽ ചെയ്യുന്നത്. ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സർഫസ് മീൻസ് unfolding the surface of an object to a plane. Okay, unfolding the surface of an object. അതായത് ഇപ്പോൾ ഇതൊരു പ്രിസം ആണെങ്കിൽ ഇതിന്റെ എല്ലാ സർഫസും ടോട്ടൽ there are 6 faces അല്ലെ, 4 lateral faces and 2 end faces. ഇത് കംപ്ലീറ്റ് അൺഫോൾഡ് ചെയ്ത് സിംഗിൾ ഒരു 2-dimensional ഫിഗർ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇത് ഒരു സോളിഡ് ഒബ്ജക്റ്റ് ആണ്. സോ നിങ്ങൾക്കൊരു ബോക്സ് അസ്യൂം ചെയ്യാം, ഒരു സോപ്പ് ബോക്സ് അല്ലെങ്കിൽ പേസ്റ്റിന്റെ ബോക്സ്. നമ്മൾ അതിനെ കട്ട് ചെയ്തിട്ട് ഒരു എഡ്ജ് വെച്ച് കട്ട് ചെയ്ത് അതിനെ ഡെവലപ്പ് ചെയ്യും, കംപ്ലീറ്റ് അൺഫോൾഡ് ചെയ്ത്, ഓക്കെ, ഒറ്റൊരു പ്ലെയിനായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പം അതിനാണ് നമ്മൾ ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ ഡെവലപ്മെന്റ് നിങ്ങൾ ബേസിക് വർക്ക്ഷോപ്പിൽ, മെക്കാനിക്കൽ വർക്ക്ഷോപ്പിൽ ഷീറ്റ് മെറ്റൽ ചെയ്തവർക്ക് അതിനകത്ത് ഇതിൻ്റെ യൂസ് വരുന്നുണ്ട്. അതായത് ട്രേ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഒരു പാറ്റേൺ ഫോം ചെയ്യും, കുറേ ലൈൻസ് വെച്ചിട്ട് ഒരു പാറ്റേൺ ഫോം ചെയ്യും, അതിലൂടെ കട്ടൊക്കെ ആവശ്യമായിട്ടുള്ള കട്ടൊക്കെ വരുത്തിയിട്ട് അതിലൂടെ ഫോൾഡ് ചെയ്താണ് നമ്മളൊരു ട്രേ ഒക്കെ ഉണ്ടാക്കുന്നത് അല്ലേ. സിമിലർലി ഇഫ് യു വാണ്ട് ടു മേക്ക് എ കബോർഡ്, ഒരു ഷെൽഫ്, ഷീറ്റ് മെറ്റൽ യൂസ് ചെയ്തിട്ടുള്ള അതുപോലുള്ള ഒബ്ജക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നത് ഇതിന്റെ ഒരു ആപ്ലിക്കേഷനാണ്, ഡെവലപ്മെന്റ് ഓഫ് സർഫസിന്റെ ആപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ അതിന്റെ നേരെ റിവേഴ്സാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഓൾറെഡി ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ അൺഫോൾഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ടു മേക്ക് എൻ ഒബ്ജക്റ്റ് നമ്മൾ ആദ്യം ഒരു പാറ്റേൺ ഉണ്ടാക്കും, ആദ്യം ഒരു ഡെവലപ്മെന്റ് ആക്കും, അതിനകത്ത് നിന്ന് ഫോൾഡ് ചെയ്താണ് ഇതുപോലത്തെ ട്രേസ് ഒക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഡെവലപ്മെന്റ് ഓഫ് സർഫസിൽ ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റിനെ ഏതെങ്കിലും ഒരു എഡ്ജ് വെച്ച് കട്ട് ചെയ്ത് അൺഫോൾഡ് ചെയ്ത് ഒരു സിംഗിൾ ഷീറ്റ് ഓഫ് പേപ്പറിലേക്ക്, സിംഗിൾ 2-dimensional ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് ഞാനിവിടെ ഒരു ബോക്സ്, ഈ ബോക്സ് കട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഇവിടെ എൻ്റെ കയ്യിലുള്ള ഒരു റെക്ടാങ്കുലർ പ്രിസത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഇതാണ്. ഓക്കെ, ഇത് റെക്ടാങ്കുലർ പ്രിസാണ്. ഓക്കെ, അപ്പോൾ ആ റെക്ടാങ്കുലർ പ്രിസത്തിനെ നമ്മളൊരു എഡ്ജ് വെച്ച് കട്ട് ചെയ്താൽ, ഓക്കെ, ഒരു എഡ്ജ് വെച്ച് കട്ട് ചെയ്ത് അതിനെ ഓപ്പൺ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, കാണുന്നല്ലോ. ഓക്കെ, സോ ദർ ആർ 4 lateral surfaces, vertical surfaces. Okay, 4 vertical surfaces are there and top face and bottom face. അതും നമ്മൾ അൺഫോൾഡ് ചെയ്താൽ ഇങ്ങനെ വരും. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരു 3-dimensional ഒബ്ജക്റ്റിനെ നമ്മൾ കട്ട് ചെയ്ത് അൺഫോൾഡ് ചെയ്ത് ഒരു 2-dimensional പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഇതിനെ തിരിച്ച് അൺഫോൾഡ് ചെയ്താൽ നമുക്ക് ഈ സർഫസ് ഇത് ജോയിൻ ചെയ്താൽ നമുക്ക് ആ ഒബ്ജക്റ്റ് കിട്ടും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ പ്രിസത്തിന്റെ ഡെവലപ്മെന്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി
a rectangle. Okay. Prismatic development, top face and bottom face നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ lateral surface development it will be a rectangle അല്ലേ. This is top face and this is bottom face. ഇത് രണ്ടും നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു. Only lateral face ആണ് കൺസിഡർ ചെയ്യുന്നെങ്കിൽ the development of the lateral surface will be a rectangle. Okay. അത് ഏത് ഒബ്ജക്റ്റ് എടുത്താലും ലൈക്ക് പെന്റഗണൽ പ്രിസം, ഹെക്സഗണൽ പ്രിസം, okay, triangular prism, ഏതെടുത്താലും the development will be a rectangle. Okay. So for a rectangular prism there will be 4 vertical surfaces. Okay, കാണുന്നുണ്ടല്ലോ, there will be 4 vertical surfaces, and for a pentagon there will be 5 vertical faces or lateral surfaces. Hexagonal prism there will be 6 lateral surfaces. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഡെവലപ്മെന്റിൽ അത്രയും അതിന്റെ ലെങ്ത് കൂടി വരും. ആൻഡ് ഓൾസോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ബേസ് എഡ്ജ്, ലെങ്ത് ഓഫ് ബേസ് എഡ്ജ്, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇതിന്റെ ഡെവലപ്മെന്റ് ലെങ്ത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദിസ് ലെങ്ത് ഡെവലപ്മെന്റ് ഈ കംപ്ലീറ്റ് ലെഫ്റ്റ് തൊട്ട് റൈറ്റ് വരെയുള്ള ഈ എൻഡ് വരെയുള്ള ഈ ഒരു ലെങ്ത്തിന് നമ്മൾ സ്ട്രെച്ച് ഔട്ട് ലെങ്ത് എന്ന് പറയും. ഓക്കെ, സ്ട്രെച്ച് ഔട്ട് ലെങ്ത്. സ്ട്രെച്ച് ഔട്ട് ലെങ്ത്. ഓക്കെ, ഒരു ഡെവലപ്മെന്റ് ചെയ്ത ഒബ്ജക്റ്റിനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ലെങ്ത്, ഇതിനാണ് നമ്മൾ സ്ട്രെച്ച് ഔട്ട് ലെങ്ത് തൊട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സ്ട്രെച്ച് ഔട്ട് ലെങ്ത് തൊട്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ബേസ് എഡ്ജിന്റെ ലെങ്ത് ടോട്ടൽ, അതിന്റെ പെരിമീറ്റർ അതായിരിക്കുമല്ലോ വരിക അല്ലേ. ഇത് ഇനീഷ്യലി ഇത് ഫോൾഡ് ചെയ്ത സമയത്ത് ഇതുപോലെ ഒരു റെക്ടാംഗുലർ പീസ് ആയിരുന്നു. ഓക്കെ, റെക്ടാംഗുലർ പീസ് ആയിരുന്നു. അപ്പോൾ അതിന്റെ പെരിമീറ്റർ ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കിട്ടുന്നത്. Okay, so stretch out length is equal to the perimeter of the object. Okay, so perimeter ഒരു സ്ക്വയർ പ്രിസം ആയിരുന്നെങ്കിൽ 4 times its base edge ആയിരിക്കും അല്ലെ. സ്ക്വയർ പ്രിസം എന്ന് പറഞ്ഞാൽ എല്ലാ ബേസ് എഡ്ജും ഈക്വൽ ആണ്. സോ 4 times its base edge ആയിരിക്കും സ്ക്വയർ പ്രിസത്തിന്റെ കേസ് വരിക. ആൻഡ് ഫോർ ദ കേസ് ഓഫ് എ പെന്റഗണൽ പ്രിസം വിൽ ബി 5 times the base edge. ഹെക്സഗണൽ പ്രിസം 6 times the base edge. അതായിരിക്കും സ്ട്രെച്ച് ഔട്ട് ലെങ്ത് വരുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ കേസ് ഓഫ് എ പ്രിസം. Okay, and what will be the development of a pyramid? പിരമിഡിന്റെ കേസിൽ എങ്ങനെ ഡെവലപ്മെന്റ് ഉണ്ടാവുക? For pyramids, what is the shape of lateral surfaces? Lateral surface ഷേപ്പ് എന്താണ്? ട്രയാങ്കിൾ അല്ലേ. ഓക്കെ, ഇറ്റ്സ് എ ട്രയാങ്കിൾ. സോ പിരമിഡിന്റെ ഡെവലപ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എന്താണ്, കുറെ ട്രയാങ്കിൾസ് ജോയിൻ ചെയ്ത പോലെ ഉണ്ടാവും. ഓക്കെ, ഞാനിവിടെ ഒരു പിരമിഡ്, ഒരു സ്ക്വയർ പിരമിഡിന്റെ ഡെവലപ്മെന്റ് വരയ്ക്കാം. സ്ക്വയർ പിരമിഡിന് 4 ബേസ് എഡ്ജസ് ഉണ്ടാവും, പിന്നെ 4 സ്ലാന്റ് എഡ്ജസ് ഉണ്ടാവും അല്ലേ. സോ അതിന്റെ ഡെവലപ്മെന്റ് ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, ഇതുപോലെയാണ് ഒരു സ്ക്വയർ പിരമിഡിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാവുക. ഓക്കെ, 4 ഐസോസ്ലസ് ട്രയാങ്കിൾസ് അതുപോലെ അറേഞ്ച് ചെയ്ത് ഇത് നമ്മൾ അതിന് ഫോൾഡ് ചെയ്താൽ നമുക്ക് ആ സ്ക്വയർ പിരമിഡ് കിട്ടും. ആൻഡ് ഹിയർ ബേസ് എഡ്ജ്, ബേസ് വരച്ചില്ല, ബേസ് വരയ്ക്കുകയാണെങ്കിൽ ഇത് ലാറ്ററൽ സർഫസ് മാത്രമാണ്. സോ ഇതും കൂടെ കംപ്ലീറ്റ് ഒബ്ജക്റ്റ് ആയി. So this will be the development of a square pyramid. So triangular pyramid ആണെങ്കിൽ there will be 3 triangular surfaces. For a pentagonal pyramid there will be 5 triangular surfaces. Okay, hexagonal pyramid ആണെങ്കിൽ 6 triangular isosceles triangles. Okay, lateral surface ആയിട്ട് അതുപോലെ ഉണ്ടാവും. Okay, and what will be the development of a cylinder? Cylinder development എന്തായിരിക്കും? സിലിണ്ടറിന്റെ ഡെവലപ്മെന്റ് ഷേപ്പ് എന്തായിരിക്കും? ലാറ്ററൽ ഇത് മാത്രം, കർവ്ഡ് സർഫസ് മാത്രം കൺസിഡർ ആണെങ്കിൽ വാട്ട് വിൽ ബി ദ ഷേപ്പ് ഓഫ് എ
of the development of a cylinder? എന്തായിരിക്കും? സിലിണ്ടറിനെ കട്ട് ചെയ്ത് ഒരു സൈഡിലൂടെ കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്താൽ ഒരു റെക്ടാങ്കിൾ തന്നെ ആയിരിക്കില്ല ഉണ്ടാവുക അല്ലേ? സിലിണ്ടറിനെ കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്താൽ കംപ്ലീറ്റ് സ്ട്രെച്ച് ചെയ്ത് ഒരു സിംഗിൾ പ്ലെയിനിലാക്കിയാൽ ഇറ്റ് വിൽ ബി ഓൾസോ ലൈക്ക് എ റെക്ടാങ്കിൾ. ഓക്കെ ഓക്കെ റെക്ടാങ്കിൾ ആൻഡ് സർക്കിൾസ് ടോപ്പ് ഫേസ് ആൻഡ് ബേസ് നമ്മൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ലാറ്ററൽ സർഫസിന്റെ നമുക്ക് കാണുമ്പോൾ ഒരു റെക്ടാങ്കിൾ ആയിരിക്കും. ഓക്കെ കറക്റ്റാണ്, പറഞ്ഞ കറക്റ്റാണ്. കംപ്ലീറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ റെക്ടാങ്കിൾ ആൻഡ് 2 സർക്കിൾസ് ആയിരിക്കും, ബേസ് സർക്കിൾ ആൻഡ് ടോപ്പ് ഫേസ് സർക്കിൾ. ഓക്കെ ബട്ട് വാട്ട് വിൽ ബി ദ stretch out length in the case of a cylinder? സിലിണ്ടറിന്റെ കേസിൽ സ്ട്രെച്ച് ഔട്ട് ലെങ്ത് എന്തായിരിക്കും? ഇതിന്റെ പെരിമീറ്റർ ആയിരിക്കില്ലേ? എന്താണ് പെരിമീറ്റർ? സർക്കിളിന്റെ പെരിമീറ്ററിന്റെ ഫോർമുല എന്താ? സർക്കിളിന്റെ പെരിമീറ്ററിന്റെ ഫോർമുല 2πr ഓർ πd അല്ലേ? ഇന്നലെ പഠിച്ചില്ലേ? 2πr ഓർ πd. അപ്പൊ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് സ്ട്രെച്ച് ഔട്ട് ലെങ്ത് സിലിണ്ടറിന്റെ കേസിൽ കണ്ടുപിടിക്കാം. ഓക്കെ നൗ വാട്ട് വിൽ ബി ദ ഡെവലപ്മെന്റ് ഓഫ് എ കോൺ? കോണിന്റെ കേസിൽ ഡെവലപ്മെന്റ് എങ്ങനെ കിട്ടുക? എന്തായിരിക്കും അതിന്റെ ഷേപ്പ്? പറയാൻ പറ്റുമോ എന്താണ് ഷേപ്പ് വരിക കോണിന്റെ കേസിൽ? സെക്ടർ. ഓക്കെ സെക്ടർ ഓഫ് എ സർക്കിൾ അതായിരിക്കും കോണിന്റെ കേസിൽ നമുക്ക് കിട്ടുന്ന ഷേപ്പ്. കോണ് ഡെവലപ്പ് ചെയ്താൽ കിട്ടുന്നത് സെക്ടർ ഓഫ് എ സർക്കിൾ. സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സർക്കിളിന്റെ ഒരു പോർഷൻ പോലെ കിട്ടുക. ഓക്കെ ഇതുപോലെ ഉണ്ടാവുക. ഓക്കെ ഇവിടെ ഇതിന്റെ തമ്മിൽ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? സിലിണ്ടർ കോണിന്റെ കേസിലും ആൻഡ് പിരമിഡിന്റെ കേസിലുള്ള ഡിഫറൻസ് എന്താണ്? പിരമിഡിന്റെ കേസിൽ ഹിയർ ഇറ്റ് വിൽ ബി സ്ട്രെയിറ്റ് ലൈൻസ്. ഓക്കെ ഇതെല്ലാം ബേസ് എഡ്ജസ് ആണ്, സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. അപ്പോൾ ഇവിടെയൊക്കെ കോർണേഴ്സ് ഫോം ചെയ്തിട്ട് കാണാം നിങ്ങൾക്ക്. ഓക്കെ കോർണേഴ്സ് ഉണ്ട്, ഇവിടെയൊക്കെ കോർണേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് ലൈൻസ് വെച്ചിട്ട് ബേസ് എഡ്ജസ് ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് എ കോൺ ഇതെന്താണ്? ദിസ് എ കർവ്. ഓക്കെ അതൊരു കർവ് ആണ്. ആൻഡ് what will be the length of that curve? If you are measuring along the curve, what will be the length of this curve? എന്തായിരിക്കും? It will be എന്തായിരിക്കും? സർക്കംഫറൻസ് അല്ലേ? അതിന്റെ സർക്കംഫറൻസ് ആയിരിക്കില്ലേ? അതിന്റെ പെരിമീറ്റർ ആയിരിക്കില്ലേ അല്ലേ? 2πr തന്നെ ആയിരിക്കും. ഓക്കെ πd or 2πr ആയിരിക്കും. This length along this curved surface, along this curved line, along this curve, the length will be 2πr or πd. Okay, so ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഓരോന്നിന്റെ ഷേപ്പ്. പ്രിസം and cylinder in rectangular shape, development will be in rectangular shape. Cone sector of a circle ആയിരിക്കും development, and pyramid isosceles triangles ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. Okay, so these are the basics. Okay now നിങ്ങളോട് വരയ്ക്കാൻ പറയുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്നും ആയിരിക്കില്ല. ഓക്കെ ഒബ്ജക്റ്റ് വിൽ ബി സെക്ഷൻ ബൈ സം പ്ലെയിൻ. ഓക്കെ ഒബ്ജക്റ്റിനെ കട്ട് ചെയ്യും, ഒരു പ്ലെയിൻ വെച്ച് കട്ട് ചെയ്യും. ഓക്കെ എന്നിട്ട് റിമൈനിങ് ഒബ്ജക്റ്റിന്റെ ഡെവലപ്മെന്റ് ആണ് വരയ്ക്കാൻ പറയാം. ഓക്കെ പക്ഷെ ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിളാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ സപ്പോസ് ദർ ഇസ് എ സ്ക്വയർ പ്രിസം. assume that this is a square prism. Okay and this prism is cut by a plane. Cutting plane can be either horizontal plane, horizontal എന്ന് പറയുമ്പോൾ ബേസിന് പാരലൽ അല്ലെങ്കിൽ ഗ്രൗണ്ടിന് പാരലൽ ആയിട്ടുള്ള പ്ലെയിൻ. ഓക്കെ ഓർ ഇറ്റ് കുഡ് ബി പാരലൽ ടു ദ വിപിക്ക് പാരലൽ ആയിട്ടുള്ള പ്ലെയിൻ ആവാം. ഓക്കെ ഓർ പ്ലെയിൻ ഇൻക്ലൈൻ ടു HP ആവാം. ഓക്കെ സോ ഇത് പ്ലെയിൻ ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ എൻ്റെ കയ്യിൽ ഇതൊരു പ്ലെയിൻ ആയിരിക്കാം. സോ ഈ പ്ലെയിന്
ദിസ് ഇസ് എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ആ പ്ലെയിൻ വെച്ച് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരു വെർട്ടിക്കൽ പ്ലെയിൻ, ഓക്കെ, വെർട്ടിക്കൽ പ്ലെയിൻ വെച്ച് കട്ട് ചെയ്യാം പാരലൽ ടു ദ വി പി ആയിട്ട്. ഓർ ഇൻക്ലൈൻഡ് പ്ലെയിൻ ലൈക്ക് ദിസ്, ഓക്കെ, എ പ്ലെയിൻ ഇൻക്ലൈൻഡ് ടു ദ എച്ച് പി ആൻഡ് പെർപെൻഡിക്കുലർ ടു വി പി. എ പ്ലെയിൻ ഇൻക്ലൈൻഡ് ടു ദ എച്ച് പി ആൻഡ് പെർപെൻഡിക്കുലർ ടു വി പി. ഇത് പെർപെൻഡിക്കുലർ ടു വി പി ആണെന്ന് ആർക്കും ഡൗട്ട് ഉണ്ടോ? ഈ പ്ലെയിൻ ഞാനിപ്പോൾ ഇങ്ങനെ പ്ലേസ് ചെയ്താൽ ഈ ഒരു പൊസിഷനിൽ ദിസ് ഇസ് ഇൻക്ലൈൻ ടു എച്ച് പി, അതിൽ ആർക്കും ഡൗട്ട് ഉണ്ടാവില്ല. ഓക്കെ, ബിക്കോസ് യു ക്യാൻ സീ ദറ്റ് ആംഗിൾ അല്ലേ, എച്ച് പി ആയിട്ട് ഇവിടെ എച്ച് പി ഉണ്ടെങ്കിൽ എച്ച് പി ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ നിങ്ങൾക്ക് കാണാം. ഇത് പെർപെൻഡിക്കുലർ ടു വി പി ആണെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഹൗ ദിസ് ഈസ് പെർപെൻഡിക്കുലർ ടു വി പി, എങ്ങനെയാണ് അത് വരുന്നത്? പെർപെൻഡിക്കുലർ ടു വി പി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ തന്നെ വി പി ആയിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, ഈ പ്ലെയിന് ഞാൻ നിൽക്കുന്ന ഈ ഒരു പ്ലെയിനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഇതാണ് നോക്കേണ്ടത്. ഓക്കെ, ഈ രണ്ട് സർഫസിനും ഇടയ്ക്കുള്ള ആംഗിൾ ഇത് ആക്ച്വലി നോക്കുകയാണെങ്കിൽ ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, രണ്ട് സർഫസ് തമ്മിലുള്ള ആംഗിൾ നോക്കാം. രണ്ട് സർഫസ്, ഇതാണ് സർഫസ്, ഈ ഒരു സർഫസും അതുപോലെ ഇതാണ് വി പി ആംഗിൾ, അതുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദിസ് ആംഗിൾ വിൽ ബി 90 ഡിഗ്രി ഈവൻ ഇഫ് ദിസ് ഈസ് ഇൻക്ലൈൻ ടു എച്ച് പി. ഇത് ഇൻക്ലൈൻ ടു എച്ച് പി ആണെങ്കിൽ തന്നെ ഈ രണ്ട് പ്ലെയിൻ തമ്മിലുള്ള വി പിയും ഇതുമായിട്ടുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സെറ്റ് സ്ക്വയർ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അതിന്റെ പെർപെൻഡിക്കുലർ സൈഡിലെ രണ്ട് ലെഗും കറക്റ്റ് ആയിട്ട് ഇവിടെ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. സോ ദാറ്റ്സ് വൈ ദിസ് പ്ലെയിൻ ഈസ് ഇൻക്ലൈൻ ടു എച്ച് പി ആൻഡ് അറ്റ് ദ സെയിം ടൈം പെർപെൻഡിക്കുലർ ടു വി പി എന്ന് പറഞ്ഞത്. ഓക്കെ, സോ എ പ്ലെയിൻ ഇൻക്ലൈൻ ടു എച്ച് പി ആൻഡ് പെർപെൻഡിക്കുലർ ടു വി പി ആവാം, ഓർ പ്ലെയിൻ ഇൻക്ലൈൻ ടു വി പി. ഇങ്ങനെയല്ലേ ഇൻക്ലൈൻ ടു വി പി എന്ന് പറയുമ്പോൾ ടോപ്പ് വ്യൂവിൽ കാണാം കേട്ടോ ഇൻക്ലിനേഷൻ. നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ ഇത് വിസിബിൾ ആയിരിക്കില്ല. വി പി ആയിട്ട് ഇൻക്ലൈൻഡ് ആണ് ആൻഡ് വെർട്ടിക്കൽ ആയിട്ട്. ഓക്കെ, പെർപെൻഡിക്കുലർ ടു എച്ച് പി, പെർപെൻഡിക്കുലർ എച്ച് പി ആൻഡ് ഇൻക്ലൈൻ ടു വി പി. സോ ഇതുപോലെയും പ്ലെയിൻ വരാം. ഓക്കെ, സോ ഞാൻ നെക്സ്റ്റ് കൺസിഡർ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ സ്ക്വയർ പ്രിസത്തിനെ ഒരു ഇൻക്ലൈൻ ടു എച്ച് പി ആയിട്ടുള്ള ഒരു പ്ലെയിൻ വെച്ച് കട്ട് ചെയ്യണം. ഓക്കെ, ഇൻക്ലൈൻ ടു എച്ച് പി ആയിട്ടുള്ള ഒരു പ്ലെയിൻ വെച്ച് കട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഡ്രോ ദ ഡെവലപ്മെന്റ് ഓഫ് ദ ലോവർ പോർഷൻ ഓഫ് ദ ഒബ്ജക്റ്റ്. ഡ്രോ ദ ഡെവലപ്മെന്റ് ഓഫ് ദ ലാറ്ററൽ സർഫസ് ഓഫ് ദ ലോവർ പോർഷൻ ഓഫ് ദ ഒബ്ജക്റ്റ്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഓക്കെ, ഇപ്പോൾ ഒരു കട്ടിംഗ് പ്ലെയിൻ വെച്ച് ഇതിനെ കട്ട് ചെയ്തു, എന്നിട്ട് ടോപ്പ് പോർഷൻ എടുത്ത് മാറ്റി റിമൈനിങ് താഴെയുള്ള ഭാഗം അത് ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, ഫർദർ ഫസ്റ്റ് യു ഹാവ് ടു ഡ്രോ ദ ഡെവലപ്മെന്റ് ഓഫ് ദ കംപ്ലീറ്റ് സോളിഡ്. ഈ കംപ്ലീറ്റ് ഒബ്ജക്റ്റിന്റെ ഡെവലപ്മെന്റ് ആദ്യം വരയ്ക്കണം. അതിനുശേഷം മാത്രമേ നമുക്ക് റിമൈനിങ് പോർഷൻ, അതായത് കട്ട് ചെയ്ത് താഴെയുള്ള പോർഷന്റെ ഡെവലപ്മെന്റ് വരയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമ്മളെ ഇനിയുള്ള അങ്ങോട്ടുള്ള എല്ലാ ടോപ്പിക്സിലും ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ് അതിന്റെ സിമ്പിൾ പോർഷൻ ഉണ്ടാവും. ഓക്കെ, അത് ക്വസ്റ്റ്യനിൽ പറയും ഹൗ ദ ഒബ്ജക്റ്റ് ഈസ് റെസ്റ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എച്ച് പി ആൻഡ് വി പി, വേർ ഇറ്റ് ഈസ് റെസ്റ്റിംഗ്, വെദർ എഡ്ജ് ഈസ് പാരലൽ ടു വി പി ഓർ പെർപെൻഡിക്കുലർ ടു വി പി. ഓക്കെ, ബേസ്ഡ് ഓൺ ഓൾ ദീസ് കണ്ടീഷൻസ് യു ഹാവ് ടു ഐഡന്റിഫൈ ദ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ്. ഓക്കെ, ആ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ വരച്ചിട്ട് അതിൻ്റെ അകത്താണ് നമ്മൾ ഈ കട്ടിംഗ് പ്ലെയിനൊക്കെ റെപ്രസെന്റ് ചെയ്യേണ്ടത്. എന്നിട്ട് മാത്രം ഡെവലപ്മെന്റ് വരയ്ക്കാൻ പറ്റുള്ളൂ. ഡയറക്റ്റ് യു കാൻ ഡ്രോ ദ ഡെവലപ്മെന്റ്. ഓക്കെ, ഡയറക്റ്റ് ഡെവലപ്മെന്റ് വരയ്ക്കാൻ പറ്റില്ല. ഫസ്റ്റ് യു ഹാവ് ടു ഡ്രോ ദ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. ഓക്കെ, ജസ്റ്റ് ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ, ഒറ്റ ഒരു പൊസിഷൻ, സിമ്പിൾ പൊസിഷൻ, ആ ഒരു പൊസിഷനിൽ മാത്രമേ വേണ്ടൂ കേട്ടോ. നമ്മൾ 2 or 3 സെറ്റ് ഫിഗേഴ്സിന് വേണ്ടിയല്ല, ജസ്റ്റ് 1 സെറ്റ് ഓഫ് ഫിഗർ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷന്, ഡെവലപ്മെന്റ് സെപ്പറേറ്റ്. ഓക്കെ, സോ assume that the square prism, okay, is resting with a base edge parallel to the VP like this. Base edge parallel to VP ആയിട്ട് റെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഓക്കെ, ബേസ് എഡ്ജ് പാരലൽ ടു VP ആയിട്ട് റെസ്റ്റ് ചെയ്യാണ് ആൻഡ് ഇറ്റ്സ് ഫ്രണ്ട് വ്യൂ. ഹൈറ്റ് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ കാണാം. ആക്സ് മാർക്ക് ചെയ്യുന്നുണ്ട്. ടോപ്പ് ഫേസ് കോർണേഴ്സ് A, B, C and D. ബേസ് കോർണേഴ്സ്
P, Q, R and S. ഫ്രണ്ട് വ്യൂല് ടോപ്പ് ഫേസ് എ ഡാഷ് ബി ഡാഷ് വിസിബിൾ ആണ്, സി ഡാഷ് വിസിബിൾ അല്ല, ഡി ഡാഷ് വിസിബിൾ അല്ല. ബേസിൽ പി ഡാഷ് വിസിബിൾ ആണ്, ക്യൂ വിസിബിൾ ആണ്, ആർ വിസിബിൾ അല്ല ആൻഡ് എസ് ഓൾസോ നോട്ട് വിസിബിൾ. ഓക്കെ, ഇതിന്റെ ഡെവലപ്മെന്റ് വരക്കുകയാണെങ്കിൽ ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഇതിനെ എ പി എന്ന് പറഞ്ഞ ഈ ഒരു എഡ്ജ് കട്ട് ചെയ്യാനായിട്ട് അസ്യൂം ചെയ്യാം. അസ്യൂം ദാറ്റ് along AP, edge AP, we are cutting the object and developing it, expand ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് ഡെവലപ്മെന്റ് വരുന്നതിന് ഫസ്റ്റ് യു ഹാവ് ടു എക്സ്റ്റെൻഡ് ദ എക്സ് ഫൈ ലൈൻ. പ്രിസത്തിന്റെ കേസിലും സിലിണ്ടറിന്റെ കേസിലും മാത്രമാണ് ഇതും ഈ മെത്തേഡ് ഫോളോ ചെയ്യാൻ പറ്റുക. ഓക്കെ, അതായത് എക്സ് ഫൈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യാം. ആൻഡ് ഓൾസോ ടോപ്പ് ഫേസിലെ ഈ ലെവലിൽ നിന്ന് ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യാം. തിൻ ലൈനായിട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി, ഇനീഷ്യലി തിൻ ലൈനായിട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ. ആൻഡ് സ്റ്റാർട്ടിങ് എഡ്ജ് എ പി വെച്ചിട്ടാണ് ഒബ്ജക്റ്റ് കട്ട് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ആ എഡ്ജ് വരയ്ക്കുക, എ പി എന്ന് പറഞ്ഞ എഡ്ജ്. ഓക്കെ, സോ നെയിമിംഗ് should be എഡ്ജ് എ പി. ഓക്കെ, ഈ എഡ്ജ് എ പി ആണ്. സോ ഇതിലൂടെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാം. എ പി കഴിഞ്ഞാൽ നെക്സ്റ്റ് എഡ്ജ് ആയിരിക്കും വരിക, എ കഴിഞ്ഞാൽ ബി അല്ലേ. സോ നെക്സ്റ്റ് വിൽ ബി ബി ക്യൂ. അടുത്ത എന്താ വരിക, സി ആർ. ഓക്കെ, നെക്സ്റ്റ് വിൽ ബി ഡി എസ്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് വരുന്ന എഡ്ജ് ഏതാ, എഗൈൻ ഒന്നും കൂടെ കാണുന്നുണ്ടല്ലോ, അതേതായിരിക്കും എഡ്ജ്? കൻ യു സേ എന്തായിരിക്കും ആ എഡ്ജ്? പറഞ്ഞ മനസ്സിലായിട്ടുണ്ടോ? നമ്മൾ ഈ അലോങ് ദിസ് എഡ്ജ് നമ്മളിതിനെ കട്ട് ചെയ്യാണ്. ഓക്കെ, കട്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് എഡ്ജ് എ പി വന്നു, സെക്കൻഡ് ബി ക്യൂ, തേർഡ് വന്നത് സി ആർ, ഫോർത്ത് വന്നത് ഡി എസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവസാനം വരുന്ന ഈ എഡ്ജ് ഏതായിരിക്കും എന്ന് പറയുന്നത് ലോങ്ങർ എഡ്ജ്. എ പി കേട്ടോ, എ ക്യൂ അല്ല, എ പി. എ പി ആണ് ഉദ്ദേശിച്ചത് അല്ലേ, എ പി കറക്റ്റ് ആണ്. എന്തുകൊണ്ടാണത്? നമ്മളിത് കട്ട് ചെയ്യുന്നത് അലോങ് എ പി ആണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അല്ലേ, അലോങ് എ പി, വി ആർ കട്ടിങ് അലോങ് എ പി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ പിന്ന് നമ്മൾ സ്പ്ലിറ്റ് ആക്കിയില്ലേ, എ പി എന്ന് പറയുന്ന എഡ്ജിനെ കട്ട് ചെയ്തിട്ട് രണ്ടാക്കിയ പോലെ അല്ലേ. അതായത് ഫൈനലി വരുന്ന ഈ എഡ്ജും സ്റ്റാർട്ടിങ്ങിലെ എഡ്ജും രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം രണ്ടും ഒറ്റൊരു എഡ്ജ് ആയിട്ടാണ് വരുന്നത്. സോ ദ ലാസ്റ്റ് എഡ്ജ് വിൽ ബി എ പി ഇറ്റ് സെൽഫ്. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സ്ട്രെച്ച് ഔട്ട് ലെങ്ത് നമ്മളിവിടെ മാർക്ക് ചെയ്യാം. സ്ട്രെച്ച് ഔട്ട് ലെങ്ത് പറയുന്നത് സപ്പോസ് ദിസ് എഡ്ജ് ഈസ് 30, ബേസ് എഡ്ജ് 30 ആണ് അസ്യൂം ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ സ്ട്രെച്ച് ഔട്ട് ലെങ്ത് ഇറ്റ് വിൽ ബി 4 times 30. ഓക്കെ, 120 വരും. സോ 120 mm നിങ്ങൾ ഇനീഷ്യലി ഇത് വരയ്ക്കണം. ഓക്കെ, 120 mm വരച്ചതിന് ശേഷം അതിൽ ഫസ്റ്റ് 30 ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് 30, സെക്കൻഡ് രണ്ടാമത് 30 മെഷർ ചെയ്യുക, ഇവിടുന്ന് 30 again മെഷർ ചെയ്യുക, പിന്നെയും 30 മെഷർ ചെയ്യുക, ലാസ്റ്റ് എഡ്ജ് ഇതിലേക്കും 30 മെഷർ ചെയ്യുക. സോ ഇനീഷ്യലി നിങ്ങൾ 120 കറക്റ്റായിട്ട് മെഷർ ചെയ്യുന്നെങ്കിൽ ഇത് കറക്റ്റ് അവിടെ ലാസ്റ്റ് പോർഷൻ ഇതും 30 തന്നെ കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് ദ സ്ട്രെച്ച് ഔട്ട് ലെങ്ത് കംപ്ലീറ്റ് ഡെവലപ്പ് ചെയ്താൽ ഇത്രയും ലെങ്ത് ഉണ്ടാവും. നൗ യു ഹാവ് ടു മാർക്ക് ദ കോർണേഴ്സ് ഹിയർ ആൻഡ് ഫോൾഡിങ് ലൈൻസ്, അതായത് ലോങ്ങർ എഡ്ജസിലൂടെയാണ് നമ്മൾ ഫോൾഡ് ചെയ്ത് വരുന്നതല്ലേ. അപ്പോൾ അൺഫോൾഡ് ചെയ്യുമ്പോൾ ആ എഡ്ജസ് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യണം. ഇവിടെ നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്യുന്നുണ്ട്, 30 ലെങ്ത് എടുത്തിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ അല്ലേ. ഇ സി ഡി അഗെയിൻ എ വരും അല്ലേ. ഇവിടെ താഴെ പി
ക്യു ആർ എസ് അഗെയിൻ പി വരും. ഓക്കെ, ഇതുപോലെ ഉണ്ടാവും. ഓർഡറിൽ മാർക്ക് ചെയ്താൽ മതി. ഇനി ഇതിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ബേസ് എൻ ഫേസ് വരയ്ക്കാം. എൻ ഫേസ് വരയ്ക്കുന്ന സമയത്ത് അത് ഏതെങ്കിലും ഒരു ബേസ് എഡ്ജുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വരച്ചാൽ മതി. ഇവിടെ നിങ്ങൾക്ക് എസ് പി ആയിട്ട് വരയ്ക്കാം. എസ് പി ഇവിടുന്ന് 30 mm എഡ്ജസ് എക്സ്റ്റെൻഡ് ചെയ്യാം, 30 mm ക്ലോസ് ചെയ്യാം അല്ലേ. ബേസ് എഡ്ജസ് എല്ലാം 30 അല്ലേ. സോ 30 mm ഇവിടുത്തെ കംപ്ലീറ്റ് ചെയ്താൽ നെയിം ചെയ്യുന്ന സമയത്ത് ഓർഡറിൽ നെയിം ചെയ്യാം. ഓക്കെ, അതായത് പി എസ്. അപ്പൊ അത് ഓർഡറിലാണെങ്കിൽ നെക്സ്റ്റ് ക്യൂ ഇവിടെ വരണം അല്ലേ. ക്യൂ ആൻഡ് ആർ ഷുഡ് ബി ഹിയർ. സോ പി ക്യൂ ആർ എസ്. അപ്പൊ ഇത് അൺഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ആർ ആൻഡ് ആർ ഇത് രണ്ടും ജോയിൻ ആവും. ഈ ക്യൂവും ജോയിൻ ആവും. ഇവിടെയുള്ള പിയും ജോയിൻ ആവും. അത് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഈ എ പിയും ജോയിൻ ആവുന്ന പറഞ്ഞില്ലേ ഫസ്റ്റും ലാസ്റ്റും ഉള്ള. അതുപോലെ ഇതിലെ ഓരോ കോർണേഴ്സും ഈ ക്യൂവും മീറ്റ് ആവും, ആറും മീറ്റ് ആവും. ഇനി അതുപോലെ നമുക്ക് ഞാൻ വരക്കാം പി ക്യൂ ആയിട്ട് അഡ്ജസ്റ്റന്റ് ആയിട്ട് വരുന്നതിൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് എഡ്ജ് വിൽ ബി ക്യൂ ആർ, ദെൻ ആർ എസ്, ദെൻ പി എസ്. എവിടെ വേണമെങ്കിലും വരക്കാം. ഓക്കെ, ടോപ്പ് ഫേസ് വരക്കണമെങ്കിൽ ടോപ്പ് ഫേസ് മാർക്ക് ചെയ്യാൻ ഞാനിവിടെ എ ബിക്ക് മുകളിലായിട്ട് മാർക്ക് ചെയ്യാം. എ ബി, ദെൻ ഇവിടുന്ന് മുകളിലേക്ക് 30 എടുക്കുക, ഇവിടുന്ന് 30 എടുക്കുക, ക്ലോസ് ചെയ്യാം. അപ്പൊ എ ബി, നെക്സ്റ്റ് വിൽ ബി സി, അടുത്ത ഡി. സോ ദിസ് സി ആൻഡ് ദിസ് സി വിൽ ബി എന്തായാലും ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ജോയിനിങ് അല്ലേ. രണ്ടും ജോയിൻ ആവും. ഈ ഡി ആൻഡ് ഈ ഡി ഇത് രണ്ടും ജോയിൻ ആവും ഫോൾഡ് ചെയ്യുമ്പോൾ. ഓക്കെ, നൗ കട്ടിംഗ് പ്ലെയിനെ റെപ്രസെന്റ് ആണെങ്കിൽ ഇപ്പൊ ക്വസ്റ്റ്യനിൽ പറയാം ദിസ് ഒബ്ജക്റ്റ് ഈസ് കട്ട് ബൈ എ സെക്ഷൻ പ്ലെയിൻ വിച്ച് ഈസ് ഇൻക്ലൈൻഡ് സം ആംഗിൾ ടു എച്ച് പി. ഞാനിവിടെ 40 ഡിഗ്രി ഇൻക്ലൈൻ ടു എച്ച് പി ആയിട്ടുള്ള ഒരു കട്ടിംഗ് പ്ലെയിൻ വെച്ചാൽ കട്ട് ചെയ്യുന്ന പറയാം. ആൻഡ് ഓൾസോ ദാറ്റ് പ്ലെയിൻ പാസസ് ടു ദ മിഡ് പോയിന്റ് ഓഫ് ദ ആക്സിസ്. ആക്സിസിന്റെ മിഡ് പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ബൈസെക്ട് ചെയ്യുന്ന പറയാം. ആക്സിസിനെ ബൈസെക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് ആ മിഡ് പോയിന്റ് മാർക്ക് ചെയ്യും. ആക്സിസ് ഇപ്പോൾ ഒരു 70 ആണെങ്കിൽ 35 നമ്മൾ മാർക്ക് ചെയ്ത് മിഡ് പോയിന്റ് ആയി. ഓക്കെ, അപ്പൊ അതിലൂടെ പാസ് ചെയ്യുന്നതിൽ നമ്മൾ കട്ടിംഗ് പ്ലെയിൻ വരക്കണം. സോ ഫോർ ദാറ്റ് ഡ്രോ എ ഹൊറിസോണ്ടൽ ലൈൻ ത്രൂ ദാറ്റ് പോയിന്റ്. ലൈറ്റ് ആയിട്ട് വരച്ചാൽ മതി. ഓക്കെ, ആൻഡ് 30 ഡിഗ്രി ഇൻക്ലൈൻ ടു എച്ച് പി ആയിട്ടാണ് കട്ടിംഗ് പ്ലെയിൻ ഉള്ളത്. ഓക്കെ, 30 ഡിഗ്രി ഇൻക്ലൈൻ ടു എച്ച് പി ആയിട്ട് ഇതുപോലെയാണ് കട്ടിംഗ് പ്ലെയിൻ ഉള്ളത്. സോ ഇൻ ദ ഫ്രണ്ട് വ്യൂ യു ക്യാൻ സീ ദാറ്റ് പ്ലെയിൻ ആസ് എ ലൈൻ ഓൺലി അല്ലേ. ഈ പ്ലെയിൻ നിങ്ങൾക്ക് ഫ്രണ്ട് വ്യൂവിൽ കാണുന്ന സമയത്ത് ഒരു ലൈൻ ആയിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ അല്ലേ. പ്ലെയിൻ മൊത്തമായിട്ട് കാണാൻ പറ്റുമോ? ഇതിങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്രണ്ട് നോക്കുമ്പോൾ ഒരു ലൈനായിട്ടേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ലൈനായിട്ടായിരിക്കണം. ആൻഡ് കട്ടിംഗ് പ്ലെയിൻ റെപ്രസെന്റ് ചെയ്യുന്നതിന് നമ്മളൊരു ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ലൈൻ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? കട്ടിംഗ് പ്ലെയിൻ ഓർ സെക്ഷൻ പ്ലെയിൻ റെപ്രസെന്റ് ചെയ്യുന്നതിന് ചെയിൻ ലൈൻ വിത്ത് തിക് ആൻഡ് സെഗ്മെന്റ്സ് യൂസ് ചെയ്യണം. അപ്പൊ ആ ചെയിൻ ലൈൻ ഞാൻ അവിടെ വരക്കാം. 30 ഡിഗ്രി ആംഗിൾ, 40 ഡിഗ്രി ആംഗിൾ നമ്മൾ പ്രൊട്രാക്ട് ഇവിടെ പ്ലേസ് ചെയ്യുക. തന്ന ആംഗിളിൽ കട്ടിംഗ് പ്ലെയിൻ വരക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇത് ചെയിൻ ലൈൻ തന്നെയാണ്, ബട്ട് എൻ സെക്വൻസ് ആക്സിനെ ചെയ്യുന്നുണ്ട്. ബട്ട് ലോങ്ങർ എൻഡ്സ്, ലോങ്ങർ എഡ്ജസ് അറ്റ് ദ ലോങ്ങർ ഡാഷ് അറ്റ് ദ എൻഡ്സ് ആർ തിക്ക്. ഓക്കെ, കട്ടിംഗ് പ്ലെയിൻ ഫ്രണ്ട്, ഈ കട്ടിംഗ് പ്ലെയിൻ ഏതൊക്കെ എഡ്ജസിലൂടെ പാസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഈ കട്ടിംഗ് പ്ലെയിൻ ഏതൊക്കെ എഡ്ജിൽ കട്ട് ചെയ്യുന്നുണ്ട് ഫ്രണ്ട് വ്യൂവിൽ? സോ ദിസ് ഈസ് 30 ഡിഗ്രി ഇൻക്ലൈൻ ടു ദ എച്ച് പി ഗ്രൗണ്ട്. ഏതൊക്കെ എഡ്ജിൽ കട്ട് ചെയ്യുന്നുണ്ട്? എ പി എന്ന് പറഞ്ഞ എഡ്ജിൽ കട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ബി ക്യൂ എന്ന് പറഞ്ഞ എഡ്ജിലും കട്ട് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഇത് ഫ്രണ്ട് വ്യൂവിൽ ഈ 2 പോയിന്റ്സേ കാണുന്നുള്ളൂ. ബട്ട് ഈ ബി ക്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് ബാക്കിൽ സി ആർ ഉണ്ട്, എ പിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ബാക്കിൽ ഡി എസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരച്ചാൽ എല്ലാ എഡ്ജിലും കട്ട് ചെയ്യില്ലേ? ഞാൻ നേരത്തെ ആ ഒബ്ജക്റ്റ് കട്ട് ചെയ്യുന്ന കാണിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കട്ടാവുമല്ലോ അല്ലേ. സോ എല്ലാ എഡ്ജസിലും കട്ട് വരും. സോ ദർ വിൽ ബി 4 കട്ടിംഗ് പോയിന്റ്സ്. ആ കട്ടിംഗ് പോയിന്റ്സ് നിങ്ങൾ ഇവിടെ എഡ്ജസിൽ മാർക്ക് ചെയ്യണം. അതായത് ഈ പ്ലെയിന് കട്ട് ചെയ്യുന്ന പോയിന്റ്സ് എ പിയിൽ ഒരു പോയിന്റ് ഉണ്ട്, അതിന് 0.1 മാർക്ക് ചെയ്യാം. ദെൻ 2. ഓക്കെ, അതിന്റെ ബാക്കിലായിട്ട് സി ആർ ഉണ്ട്. സി ആർ എന്ന് പറഞ്ഞ ലോങ്ങർ എഡ്ജ്, അതിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് 3 എന്ന് മാർക്ക് ചെയ്യാം ബ്രാക്കറ്റിൽ. അത് വിസിബിൾ ആയിരിക്കില്ല
2ന്റെ നേരെ ബാക്കിലായിട്ട് വരാം. ദെൻ 1ന്റെ നേരെ ബാക്കിലായിട്ട് ഡി എസിൽ ഒരു പോയിന്റ് അതിനെ 4 എന്ന് മാർക്ക് ചെയ്യാം, 4 ഓക്കെ. നൗ ഈ പോയിന്റ്സ് നമ്മൾ ഡെവലപ്മെന്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഡെവലപ്മെന്റിൽ ഇതേ പോയിന്റ്സ് മാർക്ക് ചെയ്യാം. അതായത് എ പിയിൽ വരുന്ന പോയിന്റ് ആണ് പോയിന്റ് 1 കട്ടിംഗ് പോയിന്റ്. സോ അത് നിങ്ങൾ നേരെ റൈറ്റ് സൈഡിലേക്ക് പ്രൊജക്ട് ചെയ്യുക, എ പിയിലേക്ക് പ്രൊജക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ കിട്ടുന്നത് ഓക്കെ. സോ അത് തന്നെ എ പി നമ്മൾ ഇവിടെ മാത്രമല്ല ലാസ്റ്റും ഉണ്ട് അല്ലേ. അപ്പോൾ അവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ. ഓക്കെ, അപ്പോൾ 1 മാർക്ക് ചെയ്തു, എ പിയിൽ 2 സ്ഥലത്തും മാർക്ക് ചെയ്തു. ഓൾസോ പോയിന്റ് 4 എന്ന് പറയുന്നത് ഡി എസിൽ വരുന്നതാണ്. അപ്പോൾ അത് ഇതേ ലെവലിൽ വരുന്നതാണ്. ബട്ട് മാർക്ക് ചെയ്യേണ്ടത് ഡി എസിലാണ്. അപ്പോൾ ഇവിടെയാണ് പോയിന്റ് 4 വരുന്നത്. സോ 4 മാർക്ക് ചെയ്തു. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ് 2 വരുന്നത് ബി ക്യൂലാണ്. സോ ഇവിടുന്ന് 2 ബി ക്യൂവിലേക്ക് പ്രൊവൈഡ് ചെയ്തു. സോ ദിസ് വിൽ ബി 2. 3 എന്ന് പറയുന്നത് സി ആറിൽ വരുന്ന പോയിന്റ് സെയിം ലെവലിലാണ് വരുന്നത്. സോ അവിടുന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക സി ആറിലേക്ക്, പോയിന്റ് 3. സോ ഓൾ കട്ടിംഗ് പോയിന്റ്സ് നമ്മൾ ഡെവലപ്മെന്റിൽ മാർക്ക് ചെയ്തു. നൗ ജോയിൻ ദിസ് 1 to 2, 2 to 3, 3 to 4 and 4 to 1. So this is the development of the lower portion. Okay. അപ്പോൾ ഈ അപ്പർ പോർഷൻ എന്ത് ചെയ്യണം, അത് കുറച്ചൊന്ന് ഇറേസ് ചെയ്യണം കേട്ടോ. കംപ്ലീറ്റ് ഇറേസ് ചെയ്യണ്ട, കുറച്ച് ഇറേസ് ചെയ്യാം. അതായത് നമ്മളോട് ചോദിച്ചത് ലോവർ പോർഷനാണ് ഡെവലപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിലാണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ. ലോവർ പോർഷൻ ഓഫ് ദ പ്രിസം ഡെവലപ്പ് ചെയ്യാൻ പറഞ്ഞാലാണ് നമ്മൾ എന്ത് ചെയ്യുക, ടോപ്പ് പോർഷൻ ഇറേസ് ചെയ്തല്ലേ. കംപ്ലീറ്റ് ഇറേസ് ചെയ്യേണ്ട, ചെറിയൊരു അവിടെ ഉണ്ടായിരിക്കണം. സോ നൗ ദിസ് ഈസ് ദ ഡെവലപ്മെന്റ് ഓഫ് ദ ലോവർ പോർഷൻ ഓഫ് ദ കട്ട് പ്രിസം. ഓക്കെ. നമുക്ക് ഇതിന്റെ പ്രോബ്ലം ചെയ്യാം. സെയിം തന്നെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് നമുക്ക് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ. നെക്സ്റ്റ് ക്ലാസ് മീൻസ് ഇനി എക്സാം കഴിഞ്ഞിട്ട് അങ്ങനെ ക്ലാസ് ഉണ്ടാവുള്ളൂ ഇനി. ഓക്കെ. ഓക്കെ, ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ അല്ലേ? ഹലോ, ക്ലിയർ ആയിട്ടുണ്ടോ പറഞ്ഞത്? ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ക്ലാരിഫൈ പ്രോബ്ലം ചെയ്യുമ്പോൾ. ഓക്കെ, ഇപ്പം നിങ്ങൾ ഇനി നെക്സ്റ്റ് ഈ സെമ്മിൻ്റെ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലേക്ക് പോവുക. ഓക്കെ, ഇതെല്ലാം മാറ്റി വെച്ചിട്ട് അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോവുക.